ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം 2 ശമൂവേൽ 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 2 ശമൂവേൽ 24 അധ്യായം 25 വാക്യം. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് നാം ദാവീദിൻ്റെ ജീവിതത്തിലൂടെ കണ്ടത്. ഇന്നത്തെ വായനാഭാഗത്ത് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദാവീദിൻ്റെ അനുഭവങ്ങൾ, ദൈവത്തിന് നന്ദി കരേറ്റുന്നത്, തൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചുപോയ തെറ്റുകൾ, അതിന് ദൈവത്തിങ്കൽ നിന്നുള്ള നീതി, തൻ്റെ ആരാധനയുടെ മഹത്വം, ഇവയെല്ലാമാണ് ഈ അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട് ദാവീദ് ഇപ്രകാരം പറയുന്നു, ദൈവം എൻ്റെ രക്ഷകൻ എന്ന്. ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത രക്ഷാപ്രവർത്തനങ്ങളാകമാനം ദാവീദ് ഇവിടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഇടയവേഷം മാറ്റി രാജകീയ വസ്ത്രം ധരിപ്പിച്ച രക്ഷകനെ നന്ദിയോടെ ഓർക്കുന്നു. സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച രക്ഷകനെ ദാവീദ് നന്ദിയോടെ ഓർക്കുന്നു. ഇവയെല്ലാം ഓർക്കുന്നതോടൊപ്പം തൻ്റെ അനുഭവങ്ങളെ ചേർത്ത് അടുക്കി വെച്ച് അവയെ പാട്ടായി ചിട്ടപ്പെടുത്തി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2 ശമൂവേൽ 22 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ എൻ്റെ ശൈലവും എൻ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു. എൻ്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ പരിചയം, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ എന്ന് ദാവീദ് അവിടെ പറയുന്നു. എത്രയോ അർത്ഥവത്തായ വരികളാണ് നാം ഇവിടെ കാണുന്നത്. ഇത്തരത്തിൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം പ്രതിസന്ധികളിൽ നമ്മെ കൈവിടുകയില്ല. നമ്മുടെ ഭയങ്ങളിൽ, നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, ഇവയെല്ലാം ദാവീദിനെ പോലെ രക്ഷകനായ ദൈവത്തിൽ നാമും ആശ്രയിക്കുക. ഇവിടെ ദൈവം എൻ്റെ രക്ഷകനാണ് എന്ന് ദാവീദ് വിളിച്ചു പറയുന്നതോടൊപ്പം ആ രക്ഷകനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. രണ്ടാമതായിട്ട് ദാവീദ് പറയുന്നത്, എൻ്റെ ആരാധനയ്ക്ക് ഒരു മറുപടി ഉണ്ട് എന്ന്. ഇവിടെ തൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും നേരെയുള്ള യഹോവയുടെ കോപം മാറുവാൻ ദാവീദ് യെബൂസ്യനായ അരവനയുടെ നിലം വാങ്ങി ദൈവത്തിന് യാഗം കഴിക്കുന്നു. ആ ആരാധനയിൽ ഒരു ത്യാഗമുണ്ട്. നിലം വിലയ്ക്ക് വാങ്ങിയാണ് ഇവിടുത്തെ ആരാധന. യഥാർത്ഥ ആരാധനയ്ക്ക് നാം വില നൽകേണ്ടതുണ്ട്. ത്യാഗമില്ലാത്ത ആരാധനകൾ വ്യർത്ഥമാണ്. അതിനാൽ നമ്മുടെ ആരാധനകളിൽ നമ്മുടെ സമയം, നമ്മുടെ പരിശ്രമം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഹൃദയം ഇവ നൽകണം. സുഖകരമായല്ല, ത്യാഗത്തോടെ വേണം ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇവിടെ യഹോവ ദേശത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഇസ്രായേലിനെ വിടുവിക്കുകയും ചെയ്യുന്നു. ദാവീദിൽ നിന്നും അങ്ങനെയെങ്കിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ നമ്മെ രക്ഷിക്കും. നമ്മുടെ തെറ്റുകൾ ദൈവത്തോട് മനഃപൂർവ്വമായി സമ്മതിച്ചാൽ അവൻ നമ്മോട് ക്ഷമിക്കും. ത്യാഗത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാൽ അവൻ നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കോട്ടയും രക്ഷകനും ആകുന്നുവല്ലോ. അവിടുത്തെ നീതിയിൽ നടക്കുവാനും വിനയത്തോടെ ജീവിപ്പാനും ത്യാഗത്തോടെ അങ്ങേ ആരാധിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.